ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷതയാണ് ജാതി. ശ്രേണീബദ്ധമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സാമൂഹിക സംവിധാനം. പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൻ്റെ മുഖമുദ്രയായും ജാതി വ്യവസ്ഥയെ വിലയിരുത്തുന്നുണ്ട്. തൊഴിൽ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആദിമകാലത്ത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നത്. പിന്നീടത് കർമ്മത്തിനു പകരം ജന്മം എന്ന നിലയിലേക്ക് മാറി. അടുത്ത കാലത്തുണ്ടായ മദ്രാസ് ഹൈക്കോടതി വിധിയും അതിനെ സാധൂകരിക്കുന്നു. ഓരോ ജാതിയും ഇതര ജാതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ജാതിയിലെ അംഗത്വം പാരമ്പര്യവും സ്ഥിരവുമാണ്. ഒരു ജാതിയിൽ ജനിക്കുന്നയാൾക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഏത് ജാതിക്കാരനെ ജനിക്കുന്നുവോ ആ ജാതിക്കാരനെ തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിൽ ജാതീയമായ തൊട്ടുകൂടായ്മയും അയിത്തവുമൊക്കെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹങ്ങളോടെ മാറിത്തുടങ്ങിയിരുന്നു. പക്ഷേ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജാതിവറിയും തീണ്ടായ്മയുമൊക്കെ 21ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. തമിഴ്നാട്ടിലെ ജാതി വ്യവസ്ഥയ്ക്കും അയിത്തത്തിനുമെതിരെ പോരാടാനായി ദ്രാവിഡ കഴകം സ്ഥാപിച്ച EV രാമസ്വാമി പെരിയാറുടെ ജന്മനാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് ധർമ്മപുരി. പക്ഷേ അരനൂറ്റാണ്ടിലേറെ കാലമായി ദ്രാവിഡ കക്ഷികൾ മാത്രം മാറി മാറി ഭരിച്ചു വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നതാവട്ടെ അയിത്തവും ജാതിവറിയും മൂലമുള്ള വാർത്തകൾ മാത്രം. യഥാർത്ഥത്തിൽ ധർമ്മപുരി സംഭവത്തിന് പിന്നിൽ ജാതിവറി മാത്രമാണോ? അതോ സാമ്പത്തികവും സംഘടിതവുമായ ഒരു രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ടോ? ഇത്തരമൊരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത്. തമിഴ്നാട്ടിലെ തീണ്ടാമയ ഒഴുപ്പുമുന്നണി എന്ന സംഘടന നടത്തിയ പഠനത്തിൽ 7000-ഓളം ഗ്രാമങ്ങളിൽ ഇപ്പോഴും അയിത്തവും തൊട്ടുകൂടായ്മയും പഴയപടി തുടരുന്നുവെന്നാണ് പറയുന്നത്. ദളിതർ ചെരുപ്പിട്ട് നടക്കരുത്, മേൽമുണ്ട് ധരിക്കരുത് തുടങ്ങി 78 തീണ്ടായ്മകളാണ് ഇവർ കണ്ടെത്തിയത്. இன்னும் கிராமப்புறத்தில் பார்த்திங்கன்னா தீண்டாமை பல வடிவங்களுக்கு டீ கடைகளில் இரட்டை கூலை முறை இருக்குது. செருப்பு போட்டு நடக்க முடியாத சூழ்நிலை இருக்குது. பள்ளிக்கூடங்களில் தீண்டாமை நீடிக்குது. அரசு அலுவலகங்களில் இருக்குது. கல்லூரி வாத்தியார்கள் மத்தியிலே இருக்குது. டாக்டர் மத்தியில் தீண்டாமை இருக்குது. டாக்டர்களுக்குள்ளே இங்கே இருக்கிற டாக்டர்கள் மத்தியிலே உயர்ந்த சாதி தாழ்ந்த சாதி அப்படி இருக்குது. படித்தது படிக்காது அப்படின்ற எந்த வேறுபாடும் இல்லை. அனைத்து இடங்கள்லேயும் தீண்டாமை என்பது தமிழ்நாட்டில் முழுசாக நிறைஞ்சிருக்கு. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയും രാഷ്ട്രീയ കക്ഷികളുടെ സക്രിയമായ ഇടപെടലും അയിത്തവും ജാതിസ്പർദ്ധയുമൊക്കെ ലഘൂകരിക്കാൻ സഹായിച്ചിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇവ രണ്ടും ഇല്ലാതെ പോയതാണ് ഇന്നും അവിടെ അയിത്തവും ജാതീയതയും തീവ്രതയോടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം. In 21st century is happening, especially in Tamil Nadu, really very bad thing. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ധർമ്മപുരി സംഭവം. പ്രണയവും കലാപവും വിലാപവും മരണവുമൊക്കെയായി കഴിഞ്ഞ 6-7 മാസക്കാലം വാർത്തകൾ നിറഞ്ഞിരുന്ന തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലയായ ധർമ്മപുരിയിലേക്ക് ഞങ്ങളും പോവുകയാണ്. ധർമ്മപുരിയിലെ ജാതി സംഘർഷമെന്ന ഒറ്റ ഫ്രെയിമിൽ ഒതുക്കാതെ തമിഴ്നാട്ടിലെ മൊത്തത്തിലുള്ള ജാതി സംഘർഷങ്ങളെ കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണമാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ധർമ്മപുരി ജില്ലയിലേറെയും. വലിയ ആഡംബര സൗകര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ധർമ്മപുരിയെ കീഴടക്കിയിട്ടില്ല. നാട്ടിലെ മറ്റേതൊരു പ്രണയത്തെയും പോലെ തന്നെയായിരുന്നു ഇളവരശൻ്റെയും ദിവ്യയുടെയും ഒളിച്ചോട്ടവും വിവാഹവുമൊക്കെ. പക്ഷേ പിന്നീട് എപ്പോഴോ അവരുടെ ചെയ്തികളിൽ അവർക്കുള്ള നിയന്ത്രണം മറ്റാരോ തട്ടിയെടുക്കുകയായിരുന്നു. ധർമ്മപുരി നായ്ക്കൻകോട്ടയിലെ നത്തം കോളനിയിലുള്ള ദളിത് യുവാവ് ഇളവരശനും തൊട്ടടുത്ത ചെല്ലങ്കോട്ട ഗ്രാമത്തിലെ വണ്ണിയർ സമുദായത്തിൽപ്പെട്ട ദിവ്യയും കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒളിച്ചോടിയത്. அப்புறம் போயிட்டு வந்து 2 நாள் கழித்து நான் ஃபோன் பண்ணால் ஃபோனே எடுக்கலை. 3 நாள் ஆச்சு. என்னடா பையன் ஃபோனே எடுக்கலைன்னு அப்போ ஒரு டவுட் ஆகிடுச்சு. அப்புறம் அந்த பொண்ணு படிக்கிற காலேஜில் போய்ட்டு பார்க்க சொன்னேன். எங்கள் வீட்டுக்காரையும் எங்கள் அக்காவும் கூப்பிட்டு போய் அந்த பொண்ணு இருக்குதா இல்லையா போய் பாரு ஃபஸ்ட்டு அப்படின்னு சொல்லிட்டு ஹாஸ்டலில் போய் பார்க்க சொன்னோம். இப்போ ஹாஸ்டலில் போகும்போது அந்த பொண்ணு சனிக்கிழமை போனது வரல, വെള്ളിക്കിഴമ പോണത് വരില്ല. ഇളവരശൻ്റെ അച്ഛൻ ഇളങ്കോ ഒരു DMK അനുഭാവി മാത്രമായിരുന്നു. ദിവ്യയുടെ അച്ഛൻ നാഗരാജാകട്ടെ ആദ്യം DMKയിലും പിന്നീട് വിജയകാന്തിൻ്റെ DMDKയിലും അംഗമായിരുന്നു. എന്നാൽ ഇളവരശനും ദിവ്യയും ഒളിച്ചോടിയ വാർത്ത വന്നതോടെ വണ്ണിയർ പാർട്ടിയായ പാട്ടാളി മക്കൾ കക്ഷിയും ദളിത് സംഘടനയായ വിടുതലി ചിറുതകൾ കക്ഷിയും രംഗത്ത് വന്നു. വാർത്തയിലെ കേട്ടുകേൾവി പോലെ ജാതി വ്യത്യാസമുണ്ടെങ്കിലും ഇളവരശൻ്റെയും ദിവ്യയുടെയും വീട്ടുകാർ തമ്മിൽ കാര്യമായ സാമ്പത്തിക വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ വണ്ണിയരും ദളിതരുമെല്ലാം തന്നെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇപ്പോഴും. വിഷയം സമുദായ സംഘടനകൾ അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തതാണ് പിന്നീടുണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായത്.
ദിവ്യയുടെ അച്ഛൻ നാഗരാജ് വീട്ടിനകത്ത് കെട്ടിത്തൂങ്ങി. അതിനെ തുടർന്നുണ്ടായ കലാപം നത്തം കോളനിയെ തന്നെ അഗ്നിക്കിരയാക്കി. കലാപത്തിന് ശേഷം ജാതി സംഘടനകൾ വിഷയം സംസ്ഥാന വ്യാപകമാക്കി മാറ്റിയപ്പോൾ ഇളവരശനും ദിവ്യയും നാട്ടിൽ നിൽക്കാനാകാതെ ചെന്നൈയിലും ബംഗളൂരുവിലും ചിറ്റൂരിലുമൊക്കെയായി ഒളിച്ചു കഴിയുകയായിരുന്നു. പാട്ടാളി മക്കൾ കക്ഷിയുടെ സ്ഥാപക നേതാവ് ഡോക്ടർ എസ് രാംദാസും വിടുതലൈ ചിറുതൈകൾ കക്ഷി നേതാവ് തിരുമാവളവൻ MP നാടൊട്ടുക്ക് പ്രസംഗിച്ച് നടന്നത് മറ്റൊരു കലാപത്തിനും ഇടയാക്കി. ജനുവരിയിൽ വണ്ണിയർ മഹാസമ്മേളനത്തിന് പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ മരക്കാനത്ത് ഒരു കൂട്ടർ അഗ്നിക്കിരയാക്കി. സംഭവത്തിൽ പിന്നീട് 2 പേർ മരിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം പ്രശ്നം ഒതുങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദിവ്യയുടെ അമ്മ തേൻമൊഴി മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുന്നത്. അതിന് പിന്നിൽ സമുദായത്തിന് ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നു. ദിവ്യയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇളവരശന് വിവാഹപ്രായമായിരുന്നില്ല. ദിവ്യയുടെ അമ്മ തേൻമൊഴി കോടതിയിൽ ഒട്ടേറെ വികാര രംഗങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ദിവ്യ ആദ്യമൊന്നും വഴങ്ങിയില്ല. എന്നാൽ ജൂണിലെ ഒരു സുപ്രഭാതത്തിൽ ദിവ്യ ஆரோடும் പറയാതെ வீடு விட்டிறங்கி. அந்த ஒரு மாதம் அவங்க அம்மா வந்து போய் ஒரு மாதத்துலேயே ஆனால் அவங்க பெரியம்மா வந்து ஃபோன் பேசுகிறா, என்னன்னு பேசுகிறா, ரொம்ப சீரியஸி, நீ வந்து பார்த்துட்டு மட்டும் போயிடுவீங்க, வந்து உங்கள் அம்மாவை தூக்கறது கூட முடியல அப்படின்னு சொல்லி. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദിവ്യ ഇളവരശന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. എങ്കിലും ഇളവരശൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. அவரே நான் கொண்டுருவோம், நீ அப்புறமா யார்கிட்ட போய் சேரணும் அப்படி கேட்டிருக்கணும், அப்படி மிரட்டி இருக்கணும். அப்படி இல்லைன்னா தாய் அவங்க தாய் பாசம் தெரிஞ்சு நீ இப்படி சொல்லணும், உங்க தாயை நீங்க இவரோட பார்க்க முடியாது. പിന്നീട് കോടതിയിൽ കണ്ടത് ഈ രംഗങ്ങളായിരുന്നു. അമ്മയും സമുദായവും അനുവദിക്കുകയാണെങ്കിൽ ഇളവരശനോടൊപ്പം കഴിയാൻ തയ്യാറാണെന്നായിരുന്നു ദിവ്യയുടെ ആദ്യ പ്രതികരണം. முதல்ல விரும்பிதான் கல்யாணம் பண்ணிக்கிட்டேன், அதுக்கப்புறம் வந்து அப்பா இறந்தது. എന്നാൽ ജൂലൈ 3 ദിവ്യ ആ നിലപാടും മാറ്റി. என்னால சேர்ந்து வாழ முடியல, எனக்கு எந்த ஒரு ஆசையும் எந்த ஒரு எண்ணமும் அவன் மேல தோணவே இல்லை. തനിക്ക് അമ്മയെയും സഹോദരനെയും ഉപേക്ഷിച്ചു വരാൻ കഴിയില്ലെന്ന പ്രഖ്യാപനം ഇളവരശനെ വല്ലാതെ ഉലച്ചു. ஆனால் இது வந்து வெளிவட்டோம்னா இது காதல் கேட்டு அவன் தற்கொலை பண்ணிக்குவான். ஆனால் அவன் தற்கொலை பண்ணுற பையனே கிடையாது. அவன் நல்லா ரொம்ப ധൈര്യமான പയ്യൻ. പിറ്റേന്ന് ഉച്ചയ്ക്ക്, അതായത് ജൂലൈ 4 കേട്ട വാർത്ത ധർമ്മപുരി ആർട്സ് കോളേജിന് പിന്നിലെ റെയിൽവേ ട്രാക്കിൽ ഇളവരശൻ മരിച്ചു കിടക്കുന്നു എന്നാണ്. ഇളവരശൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെളിപ്പെടുത്തിയെങ്കിലും ദളിത് സംഘടനകളും ബന്ധുക്കളും അത് അംഗീകരിച്ചില്ല. ഇളവരശന്റെ കൈപ്പടിയിൽ 4 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയതായി പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. ജാതിവെറിയുടെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാനാവില്ല. ദിവ്യയില്ലാത്ത ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാനും വയ്യ. അതിനാൽ ഞാൻ പോകുന്നു. என்னை பேரண்ட்ஸ் கூப்பிட்டு இது பாரு உன் பையன் மாங்கட்டேருந்து பாக்கெட்லேருந்து லெட்டர் கிடச்சதா சொல்கிறாங்க, இதை பற்றி என்னன்னு நினைக்கிறேன்னு என்கிட்ட படிக்க கொடுத்தாங்க. படித்து பார்த்தேன். ஸோ அவங்க லெட்ரு அவனுடைய கையெழுத்து கிடையாது சார்ண்ணா. അതെന്തായാലും മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ധർമ്മപുരിയിലെത്തി വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. ഇളവരശന്റെ മരണം നടന്ന് 10 ദിവസത്തിന് ശേഷമാണ് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നീതിക്ക് വേണ്ടി പോരാടിയ സഹനത്തിൻ്റെ വിജയമാണിത്. ഒരു ദളിത് കുടുംബത്തിൻ്റെ വിജയം എന്ന് പറയാം. 11ാം ദിവസം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒട്ടേറെ നാടകീയ രംഗങ്ങളായിരുന്നു പരിസരങ്ങളിൽ അരങ്ങേറിയത്. യൗവനത്തിലേക്ക് കടക്കും മുമ്പേ ജീവിതം ബലിയഴിക്കപ്പെട്ട ഇളവരശൻ വരും തലമുറ എങ്ങനെയാവും വിലയിരുത്തുക? ദുരന്ത കഥയിലെ പ്രണയനായകനോ അതോ ജാതിവെറിയുടെ അവസാനത്തെ രക്തസാക്ഷിയോ? അതെന്തായാലും ഒരുപാട് ചോദ്യങ്ങളും വിവാദങ്ങളും ഒക്കെ ബാക്കി വെച്ച് ഇളവരശനും മൺമറഞ്ഞിരിക്കുകയാണ്. ഇളവരശന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തിയെങ്കിലും ഒരാളുടെ അസാന്നിധ്യം മാത്രം ശ്രദ്ധിക്കപ്പെട്ടു, ദിവ്യയുടെ. ഒരു പരിധിവരെ ഏകപക്ഷീയമാണ് നാം ഇതുവരെ കേട്ടതെല്ലാം തന്നെ.
കാരണം ഇളവരശൻ്റെ ഭാര്യ ദിവ്യയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് ആരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇളവരശൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് ദിവ്യയുടെ വീട്ടിലേക്കുള്ളത്. പുതിയ സാഹചര്യത്തിൽ 3 പോലീസ് എയ്ഡ് പോസ്റ്റുകൾ താണ്ടണമെന്ന് മാത്രം. ഈ വഴിയിലൂടെ വേണം ഇളവരശൻ്റെ ഭാര്യ ദിവ്യയുടെ വീട്ടിലേക്ക് പോവാൻ. എന്നാൽ ഇതിലൂടെയുള്ള പ്രവേശനം പോലീസ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇളവരശൻ വിവാഹം കഴിച്ച ദിവ്യയുടെ പ്രതികരണമോ ഇപ്പോഴത്തെ അവസ്ഥയോ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഒന്നുറപ്പാണ്, ദിവ്യ സന്തോഷത്തോടെയോ സ്വാതന്ത്ര്യത്തോടെയോ അല്ല ഇപ്പോൾ അമ്മയോടും സഹോദരനോടും ഒപ്പം കഴിയുന്നത്. മൺമറഞ്ഞെങ്കിലും ദിവ്യയുടെ ഓർമ്മകളിൽ ഇളവരശൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകണം. ഇളവരശൻ്റെയും ദിവ്യയുടെയും പ്രണയം ദുരന്തമായതിനു പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഈ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്ത് ധർമ്മപുരി സംഭവത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ജാതിക്കും പ്രണയത്തിനുമൊക്കെ അപ്പുറത്തുള്ള മതപരിവർത്തനത്തിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും രാഷ്ട്രീയമാണത്. ജാതി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ ഇടപെടലുകൾ ഈ ദുരന്തകഥയിൽ കഥാപാത്രങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അറമ്പറ്റിയ പാട്ടാളിമകൾ കക്ഷി ധർമ്മപുരി സംഭവത്തിൽ ഒരു കച്ചിത്തുരുമ്പ് കണ്ടിരുന്നു. വിടുതലൈ ചിറുതൈകൾ കക്ഷിയാകട്ടെ സംഘടനാ സംവിധാനം വിപുലപ്പെടുത്താനുള്ള അവസരമായും ഇതിനെ കണ്ടു. എന്താ പറഞ്ഞപ്പോൾ ഇളവരശൻ്റെ അച്ഛൻ DMK ഒരു ഓഫീസിൽ ജോലി എടുക്കുന്ന ആൾ, അതേപോലെ ദിവ്യയുടെ അച്ഛൻ അയാൾ DMDK ആണ്, അയാളും ഒരു ഓഫീസിൽ ജോലി എടുക്കണം, ചെറിയ ജോലി ഇരിക്കുന്നു. ഇരുന്നാലും അവരുടെ 2 കക്ഷിയിലും അവർക്ക് ഈ ജാതി പ്രശ്നം അല്ല. DMK ആകട്ടെ ADMK ആവട്ടെ മറ്റേ DMDK ആവട്ടെ അവർക്ക് ഈ ജാതി പ്രശ്നം കൊണ്ട് അവർ ഒന്നും ഇത് നടത്തുന്നില്ല. മറ്റേ വേറെയുള്ള കക്ഷികൾ ഇതിൻ്റെ ജാതി സംബന്ധപ്പെട്ട കക്ഷികളാണ് ഇതിലെ ഒരു കളി കളിച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന ധർമ്മപുരി ആക്കിയത്. ഈ കേട്ട കഥയിൽ 2 ആത്മഹത്യ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇനിയും കേൾക്കാത്ത ഒട്ടേറെ കഥകളിലെ രക്തസാക്ഷികളെ ആരും തിരിച്ചറിയുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ദുരഭിമാന കൊലയും തമിഴ്നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. They using the people as a vote bank, and all the parties they have inside of the reservation one Muslim candidate, one Dalit candidate, one many castes in Tamil Nadu. ധർമ്മപുരിയിലെ നത്തം കോളനിക്ക് മിശ്രവിവാഹം പുതുമയൊന്നുമല്ല. പഴയ നക്സൽ ഗ്രാമമായ ഇവിടെ അയിത്തത്തിനും തീണ്ടായ്മയ്ക്കുമെതിരെ പോരാടിയ ചിന്നത്തമ്പി ഇളവരശൻ്റെ വലിയച്ഛനാണെന്നും ഓർക്കണം. മാത്രമല്ല ഉയർന്ന ജാതിക്കാരിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച ചരിത്രവും ചിന്നത്തമ്പിക്കുണ്ട്. இப்போ இந்த ஜாதி சங்கங்கள் ஜாதி அமைப்புகள் ஜாதி சங்கங்கள் அது குறிப்பாக வந்து வன்னியர் மட்டும் அல்ல, தலித்து இருக்கிற கட்சிகள் கூட இப்போது அரசியலுக்கு அவங்களுக்கு மீண்டும் பொலிட்டிக்கல் வரத்துக்காக இந்த மாதிரி ஜாதி சங்கங்களை கட்டுறது. എന്നാൽ അന്നത്തെ വിജയകരമായ ചരിത്രം ആവർത്തിക്കാൻ കാലം ഇത്രയും മാറിയിട്ടും ഇളവരശന് കഴിയാത്തത് ആധുനിക ദുരന്തമാണ്. ഞങ്ങളുടെ അന്വേഷണം ധർമ്മപുരിയിൽ അവസാനിക്കുന്നില്ല. ഐത്തത്തിൽ പ്രതിഷേധിച്ച് കൂട്ടത്തോടെ മതം മാറി ഹിന്ദുമതത്തിന് വലിയൊരു ഷോക്ക് സമ്മാനിച്ച തെങ്കാശിക്കടുത്ത മീനാക്ഷിപുരവും ജാതീയതയുടെ വൻപതിൽ പൊളിച്ചുമാറ്റിയ മധുരയ്ക്കടുത്ത ഉത്തപുരവും ഇപ്പോൾ എങ്ങനെയാണുള്ളത്? അവരുടെ സാമൂഹിക അന്തരീക്ഷത്തിലും ജീവിതശൈലിയിലും അന്നത്തെ വിപ്ലവങ്ങൾക്ക് എന്ത് മാറ്റം വരുത്താൻ കഴിഞ്ഞു? തമിഴ്നാട്ടിലെ ജാതി സ്പർദ്ധയും അതിനെതിരായ പോരാട്ടങ്ങളുമായിരുന്നു മധുരയ്ക്കടുത്ത ഉത്തപുരത്തെ ലോക ശ്രദ്ധയിലേക്ക് തന്നെ എത്തിച്ചത്. അടുത്തടുത്തുള്ള തെരുവുകളിൽ താമസിക്കുന്ന പിള്ളമാരും ദളിതരും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജാതിമതിൽ പൊളിച്ചുവെങ്കിലും അവിടുത്തെ മനസ്സുകളിൽ ഇപ്പോഴും ജാതീയത മുറ്റി നിൽക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പോലീസ് സംരക്ഷണയിൽ ഇരുവിഭാഗക്കാരും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയെങ്കിലും ഇപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. ഉസ്ലാംപട്ടിയിൽ നിന്ന് ഉത്തപുരത്തേക്ക് പോകുമ്പോൾ ആശങ്ക ഏറെയുണ്ടായിരുന്നു. ഉത്തപുരത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്ന് കിട്ടിയ വിവരം ഗ്രാമം ഇപ്പോൾ ശാന്തമാണ്, ധൈര്യമായി പോകാമെന്നായിരുന്നു. എന്നാൽ ദളിതരുടെ തെരുവിലേക്ക് കടന്നപ്പോൾ തന്നെ മനസ്സിലായി ശാന്തത പുറമേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. എല്ലാവരും സംശയദൃഷ്ടിയോടെയാണ് ഞങ്ങളെ നോക്കിയത്. തൊട്ടടുത്ത പിള്ളമാരുടെ തെരുവിലേക്ക് ക്യാമറ തിരിച്ചപ്പോൾ തന്നെ വന്നു പ്രതിഷേധം. ഉത്തപുരത്ത് അയിത്തം ദളിതർക്ക് മാത്രമല്ല, മാധ്യമങ്ങൾക്കുണ്ട്. ആ വശത്തേക്ക് ക്യാമറ തിരിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. அதுதான் நீங்க இங்க வர்றதுனால யாரையும் நீங்க வந்து பெர்மிஷன் நாங்க வாங்கிருந்தீங்களா? நீங்க வந்து யாரா இருந்தாலும் டெல்லியில இருந்து வந்தாங்க, பிரான்ஸ் வரப்ப கூட நாங்கள முடியாதுன்ட்டோம். மீடியா வந்து அவாய்ட் பண்றது நாங்க ஒன்றும் பிரச்சனை இல்லை. நீங்க இன்னைக்கு எடுத்துட்டு போறீங்க, இப்போ நீங்க அவங்க மூலியமா வந்தீங்கன்னு சொல்லி நீங்க சொல்றீங்கல்ல, அவங்க என்ன சொல்றாங்களோ அதை ஒளி வர போறீங்க. இது வரைக்கும் அந்த மாதிரி நடந்த மேட்டருக்கு ദളിതർ താമസിക്കുന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ കെട്ടിയ ചുമർ പൊളിച്ചെങ്കിലും ആ വഴിയിലൂടെ നടന്നു പോകാനല്ലാതെ വാഹന ഉപയോഗത്തിന് ഇപ്പോഴും നിയന്ത്രണമുണ്ട്.
ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഞങ്ങൾക്ക് പിള്ളമാരുടെ തെരുവ് കുറച്ചെങ്കിലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന വിവരം കേട്ടെത്തിയ ഏഴുമല സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇരു വിഭാഗക്കാർക്കും വേണ്ടി സംസാരിച്ചത്. இந்த பிரச்சனை வர்றதுக்கு முன்னாடி எப்படி இருந்தாங்களோ அதே மாதிரி இந்த தரப்பினர் வந்து அந்த தரப்பினர் தெருவுக்கு போகிறதும் இந்த தரப்பினர் உள்ளவங்க அந்த தெருவுக்கு போகிறதும் சந்தோஷமாக இருக்கிறாங்க. 2 பேத்துக்கு ஒரே பஸ் ஸ்டாண்டு கட்டி கொடுத்துருக்கோம். அந்த பஸ் ஸ்டாண்டில் வந்து 2 பேருமே வந்து பஸ் ஏறி போகிறாங்க. இது வரைக்கும் அங்கே வந்து எந்த விதமான பிரச்சனையும் இல்லை. സംഗതി ഇങ്ങനെയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും തീപ്പൊരി ഉണ്ടാകുമെന്ന സാഹചര്യം പോലീസിന് നന്നേ ബോധ്യമുണ്ട്. ഇത് ഉസ്ലാംപട്ടിക്കടുത്ത വടുകംപട്ടി കോളനി. ഇവിടെയുള്ള ജനങ്ങൾക്ക് തൊട്ടുപുറകിലുള്ള ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന കോളനിയിലേക്ക് പോകാൻ, ചെരുപ്പിട്ട് പോകാൻ ഇപ്പോഴും ഭയമാണ്. തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ദളിതർ ഇപ്പോഴും അനുഭവിക്കുന്ന അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടത്തേത്. ചെരുപ്പിട്ട് സ്കൂളിലേക്ക് പോയ 6ാം ക്ലാസ്സുകാരനെ മർദ്ദിക്കുകയും ചെരുപ്പ് തലയിൽ വെച്ച് നടത്തിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ മാസമാണ് നടന്നത്. பையன் ஸ்கூலுக்கு போனாப்புல ஸ்கூலுக்கு போகிட்டு அவங்க உள்ள ஆள் வந்து இதுமாரி செருப்பு செப்பல் போடக்கூடாது, செப்பல் போடாமல் நடந்து போக தம்பி அப்படின்றாங்க. இல்லை நான் ரிசல்ட் பார்க்க போகிறேன் அப்படின்னு சொல்லிவிட்டேன். திருப்பி வந்திருக்கேன். திருப்பி வந்து கையில் பிடிச்சி தலையில் வச்சு போனேன் அப்படின்ட்டு அந்த பையன் சொன்னான். அப்போலையா சொல்ல விட்டு அப்புறம் அடித்து இது இனிமேலுக்கு வீட்டில் சொல்லக்கூடாது கூடாது அப்படின்னு சொல்லிட்டு அந்த பையன் வந்து 3 நாள் சொல்லிட்டுருக்காப்புல. ഇവിടത്തെ 300ഓളം ദളിത് കുടുംബത്തിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചേ മതിയാകൂ. അതിനാൽ ഇവിടത്തെ കുട്ടികൾ സാധാരണയായി ചെരുപ്പ് ധരിക്കാറില്ല. நடந்தது இப்போ ஊருக்குள்ளே போனாங்க பேயூர் போகிறதுக்கு பயத்துக்கிட்டு இப்போ காட்டு பயிரில் போய் காட்டு பயிரில் வர்றாங்க. வேறு எதுவுமே இல்லை, பயந்துக்கிட்டு தான் எல்லாம் இன்னும் பயந்து நடந்துக்கிட்டு போக்குவரத்து இப்போ சரியாக போகிறது. സംഭവം പുറത്തായതോടെ മധുര ജില്ലാ കളക്ടർ ഇടപെട്ട് കുട്ടിയെ നഗരത്തിലെ സ്കൂളിലേക്ക് മാറ്റി. അരുണിന്റെ കുടുംബവും ഇപ്പോൾ വടുകംപട്ടിയിലില്ല. ஒரு ஆள் வந்து பையனை செருப்பு போட போகக்கூடாதுன்னு சொன்னார். அந்த பையன் தெரியாமல் போட்டு வந்திருப்பேன் உங்களுக்கு. அப்படியே சரி எதுக்கு போடாதப்பா அப்படின்ட்டுருப்பாங்க. அவங்க உடனே விசேஷம் விடு, அன்றைக்கி விசேஷம். அதனால் அந்த பிரச்சனை அவங்க பொண்டாட்டி வந்து சத்தம் போட்டுருக்கு உங்களுக்கு. இவர் உடனே நான் அப்படிலாம் பண்ணல அப்படிலாம் சொல்லணுன்னு இப்படி சொல்லியிருக்காரு. அவங்க பொண்டாட்டி പോയി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തുപോയി. പ്രശ്നം തീർന്നതാണെന്ന് പറയുമ്പോഴും ഇവിടെ ദളിതരോടുള്ള വിവേചനം അവസാനിക്കുന്നില്ല. മുതിർന്നവർക്ക് തോളിൽ മുണ്ടിട്ട് നടക്കാനോ സൈക്കിളിലോ ബൈക്കിലോ സഞ്ചരിക്കാനോ അനുവാദമില്ല. ചായക്കടകളിൽ 2 തരം ഗ്ലാസുകളും പാത്രങ്ങളും വെച്ച് അപമാനിക്കുന്നതിനെ നേരിടാൻ സ്വന്തമായി ചായക്കട തുടങ്ങിയ ഗ്രാമമാണ് വടുകംപട്ടി. அதாவது முன்னே வந்து இங்கே கடை இருக்காது, டீ கடை இதெல்லாம் கிடையாது. அங்கே டீ கடை இருக்கு. அப்படின்றப்ப இப்போ நம்மளுக்குண்டு எங்கள் கஷ்டங்கன்னா தனியாக ஒரு 4 கிளாஸ் வச்சுக்கிறோங்க. இப்போ காலப்போகிற போக்கில் வெட்டி நம்ம ஊரில் கடை இருக்கனால அது கிடையாது. ஊருக்கு நம்ம காலனியில் கடை இருக்கனால அங்கே யாரும் பெரும்பாலும் போகிறது கிடையாது. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദൂര ദേശങ്ങളിലെ കോളേജുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമാണ് വടുകംപട്ടി നമുക്ക് തരുന്ന ആശ്വാസവാചകം. പക്ഷേ ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായ വാർത്ത മാത്രം നൽകുന്ന ഒരിടം തമിഴ്നാട്ടിലുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടില്ലാത്ത തെങ്കാശിക്കടുത്ത മീനാക്ഷിപുരം. എന്നാൽ 1981 അവരുണ്ടാക്കിയ വാർത്ത അത്ര പെട്ടെന്നൊന്നും തന്നെ ആരും മറന്നിട്ടുണ്ടാകില്ല. അയിത്തത്തിലും തീണ്ടായ്മയിലും പ്രതിഷേധിച്ച് 180ഓളം ദളിത് കുടുംബങ്ങളിലെ 1000ഓളം പേർ ഇസ്ലാം മതം സ്വീകരിച്ചത് മീനാക്ഷിപുരത്തായിരുന്നു. 32 വർഷങ്ങൾ മീനാക്ഷിപുരത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജാതീയ ഇല്ല എന്ന് തന്നെ പറയാം. മീനാക്ഷിപുരത്തേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ്സുകൾ വരുന്നു. പള്ളിയും അമ്പലവും അടുത്തടുത്ത് തന്നെയുണ്ട്. അന്ന് മതം മാറിയവരും മതം മാറാത്തവരും ഇപ്പോഴും ഒരുമയോടെ ജീവിക്കുന്നു. 600ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ മീനാക്ഷിപുരത്തുള്ളത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇടകലർന്ന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിയുന്നു. പലർക്കും പഴയ സംഭവം ഓർക്കാൻ തന്നെ താല്പര്യമില്ല. കാരണം അന്നത്തെ സംഭവത്തിന് ശേഷം വന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇവിടെ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഓരോരുത്തരും മുസ്ലിമായിട്ട് മാറിയവരെല്ലാം മുന്നേറ്റമായ ഉടനെ ഇവർ വിചാരിച്ച് നമുക്കും അങ്ങ് മാറാം, അപ്പോൾ നമുക്കൊരു മുന്നേറ്റം വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1/4 ആളുകൾ മാറി. ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലും മതം മാറിയതിലും കുറ്റബോധമൊന്നുമില്ല. அப்போ நான் ஸ்கூலில் 10th படிச்சுக்கிட்டு இருந்தேன். இந்த மாதிரி பிரச்சனைகள் என்னங்கிறது நமக்கு தெரியாது. எல்லோரும் மாறினாங்க, நானும் மாறினேன். அதுக்கப்புறம் தான் அதனுடைய இது வந்து தெரிஞ்சது.
സംവരണം നഷ്ടമായതിൽ വിഷമമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സംവരണമല്ല, സമൂഹത്തിൽ മാന്യമായ സ്ഥാനമാണ് തങ്ങൾക്ക് വേണ്ടത് എന്നായിരുന്നു മതം മാറിയവരുടെ പ്രതികരണം. അന്ന് മതം മാറാതിരുന്നവരും മതം മാറിയതിനു ശേഷം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്നവരും വിവാഹവും മരണവും അടക്കമുള്ള സവിശേഷ സന്ദർഭങ്ങളിൽ ഒത്തുചേരാറുണ്ട്. அது நல்லது எடுத்ததுக்கு நாங்கள் கலந்துக்கிறது தான் செய்வோம். ஏன்னா எல்லாருமே சொந்தக்காரங்களாக இருக்கோம்ல, அது நாங்கள் நல்லது எடுத்தது கலந்துக்கிறது தான் செய்வோம். അന്ന് മതം മാറാതിരുന്നവർക്ക് ഇപ്പോൾ അയിത്തമൊന്നും നേരിടേണ്ടി വരുന്നില്ല. കുറച്ചു കാലം അപമാനം സഹിച്ചാണെങ്കിലും വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഇവരുടെ വാദം. எங்கள் வீட்டில் வந்து எங்களுக்கு வந்து முன்னாடி மாதிரி இருக்கணும் அப்படிங்கிறத வந்து விருப்பம். அதனால் வந்து நாங்கள் வந்து எங்கள் குடும்பத்தில் யாரும் மாறலை. എന്നാൽ പ്രത്യക്ഷത്തിൽ തീണ്ടായ്മയില്ലെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ തൊട്ടുകൂടായ്മയും അയിത്തവും വേറൊരു തരത്തിൽ തങ്ങളും ഈ ഗ്രാമവും അനുഭവിക്കേണ്ടി വരുന്നുവെന്നാണ് ചിലർ പറയുന്നത്. தீண்டாமை எப்படி இருக்குன்னா, நாம் வந்து மெஜாரிட்டியாக இருக்கோம். இங்கே பக்கத்தில் ஒரு 25,000 ஒரு 25 கிராமம் தான் இருக்குது, 25 வீடு தான் இருக்காங்க. ஆனால் அவங்க வந்து ஆட்சி அதிகாரங்களில் இருக்காங்க. உங்கள்கிட்ட நேரடியாக மோத முடியாமல் மறைமுகமாக அந்த பொலிட்டிக்கல் பாலிசி இருக்குது பார்த்தியாளா, இப்போ டிஎம்கே வந்தாலும் சரி ஏடிஎம்கே வந்தாலும் சரி ஆட்சி அதிகாரங்களில் வந்து முக்கிய பொறுப்புகளில் அவங்க தான் வராங்க. മതം മാറ്റത്തിന് ശേഷം മീനാക്ഷിപുരത്ത് മുസ്ലിം പള്ളി വന്നു. മതം മാറിയ ചിലർ തന്നെ അവിടുത്തെ ഭാരവാഹികളുമായി. മിക്ക മുസ്ലിം കുടുംബങ്ങളിലുമുള്ളവർ വിദേശത്തുണ്ട്. മീനാക്ഷിപുരം തമിഴ്നാട്ടിന് മാത്രമല്ല ലോകത്തിന് തന്നെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ജാതിക്കും മതത്തിനും സമ്പത്തിനുമൊക്കെ അതീതമായ ഒത്തൊരുമ എന്ന സന്ദേശം. എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് തമിഴ്നാട്ടിലെ ജാതീയതയും ജാതി രാഷ്ട്രീയവും. കഴിഞ്ഞ 3 വർഷത്തിനിടെ തമിഴ്നാട്ടിൽ 958 മിശ്ര വിവാഹങ്ങൾ നടന്നതിൽ 715 ഒരു വർഷത്തിനുള്ളിൽ വിവാഹമോചനം നേടിയെന്നത് അത്ര ആശാവഹമായ വാർത്തയല്ല. എന്നാൽ അതിൽ ഏറെയും സമുദായ മേലാളന്മാരുടെ ഇടപെടലിനെ തുടർന്നുള്ളതാണെന്ന് കൂടി കൂട്ടി വായിക്കുമ്പോഴേ ജാതിയുടെ ഭീകരത വെളിവാവുകയുള്ളൂ. തമിഴ് സംസ്കൃതിയുടെ ആദിമ ചരിത്രം വെളിവാക്കുന്ന സംഘകാലത്ത് ജാതി വ്യവസ്ഥയും അയിത്തവുമൊന്നും നിലനിന്നിരുന്നതായി പറയുന്നില്ല. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമവ നിങ്ങളെ തന്നെ എന്ന് കുമാരനാശാൻ എഴുതിയത് ദുരവസ്ഥയിലാണ്. ചാത്തന്റെയും സാവിത്രിയുടെയും പരിണയ കഥ പറഞ്ഞ ദുരവസ്ഥ 100 വർഷമായിട്ടും തമിഴ്നാട്ടിൽ മാറിയിട്ടില്ല. വിവേകാനന്ദൻ വിളിച്ച ഭ്രാന്താലയങ്ങൾ മുഴുവനായും അടച്ചുപൂട്ടിയിട്ടില്ല. ജനാധിപത്യത്തിന്റെ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതീയതയുടെ മുറിവുകൾ സങ്കീർണവും ബഹുലവുമായി ഉണങ്ങാതെയിരിക്കുന്നു.